എല്ലാവർക്കും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ ആംബിയന്റ് സർക്യൂട്ടൽ തിയറം എന്ന് പറയുന്ന ഒരു പുതിയ തിയറം പരിചയപ്പെട്ടു. ആ തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതെന്താണെന്ന് നമ്മൾ പഠിച്ചു. ഈ ഭാഗത്ത് നമ്മൾ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ് കോയിൽ. ഒരു സോളിനോയിഡ് കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സർക്കുലർ ലൂപ്പിൽ നമ്മൾ സിലിണ്ടറിക്കൽ ഷേപ്പിൽ വളച്ച് എടുക്കുന്ന ഒരു എന്താണ് കോയിലിനെ ഇഷ്ടം പോലെ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോയിലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സോളിനോയിഡ് കോയിൽ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു സോളിനോയിഡ് കോയിലിനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിലിണ്ടർ ഷേപ്പിൽ നമുക്ക് അങ്ങ് വരച്ചു വെക്കാം. കാരണം ഏതാണ്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് എന്ത് ഒരു സോളിനോയിഡ് കോയിലിന്റെ ആകൃതി എന്ന് നമ്മൾ പറയാം. അപ്പൊ സോളിനോയിഡ് കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ കോയിൽസ് ആണ്, വൗണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് ക്ലോസ്ലി വൗണ്ട് ഇൻസുലേറ്റഡ് കോപ്പർ കോയിൽ കൊണ്ട് വൗണ്ട് ചെയ്തിരിക്കുന്നത്, ക്ലോസ്ലി വൗണ്ട് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ. ഒരു സിലിണ്ടറിന്റെ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചുറ്റി വെച്ചിരിക്കുന്ന ഒരു കോയിലിനെയാണ് നമ്മൾ സോളിനോയിഡ് കോയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സോളിനോയിഡ് കോയിലിനകത്ത് നമ്മൾ ഓരോ കോയിലിലും കൂടെ കടന്നു പോകുന്ന കറണ്ട് അത് എന്താണ്, ഒരു കോയിലിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് 2 ആംപിയർ ആണെങ്കിൽ 10 കോയിലിൽ കൂടെ 20 ആംപിയർ കറണ്ട് ആയിരിക്കും കടന്നു പോകുന്നത്. കാരണം എല്ലാം ഒരേ ഡയറക്ഷനിൽ തന്നെ കറണ്ട് പോകുന്നുണ്ട്. ഈ കറണ്ട് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, ആഡപ്പ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ടാണ് സോളിനോയിഡ് കോയിലിനെ അങ്ങനെ ബൗണ്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു സോളിനോയിഡ് കോയിൽ, ഒരു ലോങ് കണ്ടക്ടറിൽ കൂടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര ഉണ്ടോ അതിന്റെ ഇരട്ടി ആയിരിക്കും എന്ത്, ഒരു സോളിനോയിഡ് കോയിലിന്റെ അതേ ലെങ്ത് ഉള്ള ഒരു സോളിനോയിഡ് കോയിൽ നമ്മൾ എന്താണ് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെറിവേഷനിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്, ഏതൊക്കെ കൺസിഡറേഷൻസ് ആണ് നമുക്ക് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു സോളിനോയിഡ് കോയിൽ കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ സോളിനോയിഡ് കോയിൽ L ലെങ്ത് ഉള്ളത് ആയിരിക്കണം. അത് മാത്രമല്ല നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, ഒരു യൂണിറ്റ് ലെങ്തിൽ. അപ്പം സോളിനോയിഡ് കോയിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതിന്റെ ചുറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ലെങ്തിൽ 1 സെന്റിമീറ്റർ ഉള്ള എന്താണ് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് സ്മോൾ n ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ L ലെങ്തിന്റെ മൊത്തം ടേൺസ് എത്ര ആയിരിക്കും, n × L. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, മൊത്തം ചുറ്റുകളുടെ എണ്ണം ഒരു യൂണിറ്റ് ലെങ്തിലുള്ളത്, അത് സോളിനോയിഡ് കോയിലിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. അത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് n എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ L ലെങ്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N എന്ന് എഴുതിയാൽ സ്മോൾ n × L ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സോളിനോയിഡ് കോയിലിന്റെ മൊത്തത്തിലുള്ള ഒരു ഷേപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ട് എത്രയാണ്, ഒരു ടേണിനകത്തൂടെ ഒരു ചുറ്റിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ട് I ആണെന്ന് ഇരിക്കട്ടെ. നമ്മൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനായിട്ട് നമുക്കൊരു ആംബീരിയൻ ലൂപ്പ് നമ്മുടെ തിയറം അനുസരിച്ച് വേണം. അപ്പൊ നമ്മൾ ഇതിന്റെ 2 സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ ആക്സിസ് ആണ്. അപ്പൊ ഈ ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ ഇതേ ലെങ്ത് ഉള്ള, അതായത് സോളിനോയിഡ് കോയിലിന്റെ സെയിം ലെങ്ത് ഉള്ള റെക്ടാങ്കുലർ ഷേപ്പ് ഉള്ള ഒരു ആംബീരിയൻ ലൂപ്പാണ് നമ്മൾ ഈ ഭാഗത്ത് കൺസിഡർ ചെയ്യുന്നത്. ഒരു റെക്ടാങ്കുലർ ആംബീരിയൻ ലൂപ്പ്. ഇത് മതി. ഈ പോയിന്റിനെ നമുക്ക് P എന്ന് കൊടുക്കാം. ഇത് Q ആണ്, ഇത് R ആണ്, ഇത് S ആണ് എന്നിരിക്കട്ടെ. അപ്പൊ PQRS പറയുന്ന ഒരു റെക്ടാങ്കുലർ ആംബീരിയൻ ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സർക്കുലർ കോയിലിന്റെ കാര്യം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, സർക്കുലർ കോയിലിന്റെ 2 സൈഡുകൾ, 2 ഓപ്പോസിറ്റ് സൈഡുകൾ, അത് ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു ഫേസ് നോർത്ത് പോളായിട്ടും മറ്റൊരു ഫേസ് എന്താണ് സൗത്ത് പോളായിട്ടും ആക്ട് ചെയ്യും. ഇതേപോലെ തന്നെ ഒരു സോളിനോയിഡ് കോയിലിന്റെ ഈ ഒരു ഫേസ്, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നോർത്ത് പോൾ ആണെങ്കിൽ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് സൗത്ത് പോൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഒഴുകുന്നത് ആക്സിസിൽ കൂടെ ഉള്ളത് അതിങ്ങനെ ആയിരിക്കും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഏകദേശം ഇങ്ങനെ വരും. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, ഇവിടെ നോർത്തും അവിടെ സൗത്തുമായിട്ട് കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതായിരിക്കും എന്തെന്ന് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ആംബീരിയൻ സർക്യൂട്ടൽ തിയറം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആംബീരിയൻ സർക്യൂട്ടൽ തിയറത്തിന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമുക്ക് ഇവിടുത്തെ ലെങ്ത് നമ്മൾ പറയേണ്ടത് ഇതാണ്, ഒരു ആംബീരിയൻ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്തു. അത് ഏതാണ്ട് റെക്ടാങ്കുലർ ഷേപ്പിലുള്ളതാണ്. അതിന്റെ ലെങ്ത് മാത്രം മതി, അതിന്റെ ബ്രെഡ്ത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് നോക്കാം.
നമ്മളുടെ ആംബീരിയൻ സർക്യൂട്ടൽ തിയറം പറയുന്നത് എന്താണ്? ഓരോ ലെങ്തിന്റെയും ഇന്റഗ്രൽ, ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അതെന്തായിരിക്കും? μ0 സിഗ്മ ഐക്ക് ഈക്വൽ ആയിരിക്കും. μ0 ഇൻറ്റു സിഗ്മ ഐ. ഇവിടെ μ0 സിഗ്മ എന്ന് പറയുമ്പോൾ സോളിനോയിഡ് കോയിലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കോയിലിന് അല്ലെങ്കിൽ ഒരു ചുറ്റിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 10 ആമ്പിയർ ആണെങ്കിൽ അല്ലെങ്കിൽ 2 ആമ്പിയർ ആണെങ്കിൽ 10 ചുറ്റുകളിൽ കൂടെ കടന്നു പോകുന്നത് 10 × 2 20 ആമ്പിയേഴ്സ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ സിഗ്മ ഐ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എത്ര ഉണ്ടോ അതിനെ നമ്മൾ കറണ്ട് കൊണ്ട് ഇൻറ്റു ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ കറണ്ട് കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇസിക്കൽ ടു ക്യാപിറ്റൽ N × I എന്ന് പറഞ്ഞാൽ എത്രയാണ്? N × L × I. ഇതായിരിക്കും എന്തെന്ന് സിഗ്മ ഐ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം, സിഗ്മ ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ സൈഡിന്റെയും ഇവിടുത്തെ ഓരോ സൈഡിന്റെയും ലൈൻ ഇന്റഗ്രൽ ഞാൻ എടുക്കാൻ പോകും. ഏതൊക്കെ സൈഡാണ്? ഇവിടെ നമ്മൾ റെക്ടാങ്കുലർ ലൂപ്പ് നോക്കിയപ്പോഴത്തേന് ഇതിന് 1, 2, 3, 4 വശങ്ങളുണ്ട്. പി ക്യു എന്ന് പറയുന്ന വശം, ക്യു ആർ എന്ന് പറയുന്ന സൈഡ്, RS ഉണ്ട്, അതുപോലെ തന്നെ PS ഉണ്ട്. ഇതിന്റെ എല്ലാം കൂടെ ലൈൻ ഇന്റഗ്രൽ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടുന്നതായിരിക്കും μ0 സിഗ്മ ഐ. അങ്ങനെയാണെങ്കിൽ ആസ് പെർ ആംബിയർ സർക്യൂട്ടൽ തിയറം അനുസരിച്ച് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം നമുക്ക് ഇങ്ങനെ എഴുതാം. ലൂപ്പ് ഇന്റഗ്രൽ ഓഫ് ഏതാണ്? ആദ്യത്തെ സൈഡ് പി ക്യൂവിന്റെ ലൂപ്പ് ഇന്റഗ്രൽ ഓഫ് ബി ക്രോസ് ഡി എൽ പ്ലസ് ലൂപ്പ് ഇന്റഗ്രൽ ഓഫ് എത്രയാണ്? അടുത്തത് ക്യു ആർ ബി ക്രോസ് ഡി എൽ പ്ലസ് ലൂപ്പ് ഇന്റഗ്രൽ ഓഫ് ആർ എസ് ബി ക്രോസ് ഡി എൽ. ഓരോന്നിന്റെ ലൂപ്പ് ഇന്റഗ്രൽ എല്ലാം കൂടെ കൂടുന്നു. പ്ലസ് അവസാനത്തെ സൈഡ് അതാണ് ലൂപ്പ് ഇന്റഗ്രൽ ഓഫ് പി എസ് ബി ക്രോസ് ഡി എൽ ഇസിക്കൽ ടു ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ലൂപ്പ് ഇന്റഗ്രൽ ഓഫ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 സിഗ്മ ഐക്ക് ഈക്വൽ ആണ്. μ0 സിഗ്മ എന്ന് പറയുന്നത് സിഗ്മ എന്താണ്? N × I ആണ്. ദാറ്റ് ഈസ് NLI ആണ്. അപ്പോൾ ഞാൻ ഇതൊന്നുകൂടെ എടുത്തെഴുതിയാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ ലൂപ്പ് ഇന്റഗ്രൽ ഓഫ് പി ക്യൂ, ഇവിടെ ബി ക്രോസ് ഡി എൽ എന്ന് പറയുമ്പോൾ ഇവിടെ ബി ഡി എൽ. പി ക്യൂ എന്ന് പറയുന്ന സൈഡിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ സൈഡിന്റെ അതേ ലൈനിലാണ്, അല്ലെങ്കിൽ പാരലൽ. അതുകൊണ്ട് കോസ് 0 ബി ഡി എൽ കോസ് 0 പ്ലസ് ലൂപ്പ് ഇന്റഗ്രൽ ഓഫ് എത്രയാണ്? ക്യു ആർ എന്ന് പറയുന്നത് ബി ഡി എൽ ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ? ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അത് പെർപെൻഡിക്കുലർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈ ലെങ്തിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അതുകൊണ്ട് ബി ഡി എൽ കോസ് 90 ആണ്. കോസ് 90 പ്ലസ് അടുത്ത നോക്കിയാണ്, അടുത്തത് ആർ എസ് എന്ന് പറയുന്ന ഒരു സൈഡാണ്. ഈ ആർ എസ് എന്ന് പറയുന്ന സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം ആംബീരിയൻ സർക്യൂട്ടൽ തിയറം അതിനനുസരിച്ച് ക്ലോസ്ഡ് ലൂപ്പിന് ഇൻസൈഡിലുള്ള ക്ലോസ്ഡ് ലൂപ്പിന് അകത്തുള്ള കറണ്ടാണ് പറയുന്നത്. ഇപ്പൊ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഒരു സോളിനോയിഡ് കോയിലിന്റെ അകത്തുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് പോകുന്ന കറണ്ട് എത്ര ഉണ്ടോ അത്രയും തന്നെ അകത്തോട്ടും നമുക്ക് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ആർ എസിൽ കൂടെ പോകുന്ന കറണ്ട് ടോട്ടൽ കറണ്ട് 0 ആയതുകൊണ്ട് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് 0 എന്ന് എഴുതാം. പ്ലസ് അടുത്തത് ലൂപ്പ് ഇന്റഗ്രൽ ഓഫ് ബി ഡി എൽ. അടുത്തത് ഏത്? പി എസ് എന്ന് പറയുന്ന സൈഡ്. ഈ പി എസ് എന്ന് പറയുന്ന സൈഡിലും ബി ഇൻറ്റു ഡി എൽ. പി എസ് എന്ന് പറയുന്ന സൈഡിൽ നിങ്ങൾ നോക്കിക്കേ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കോസ് 90 ആണ്. കോസ് 90 ഇസിക്കൽ ടു μ0 സിഗ്മ ഐ എന്ന് പറഞ്ഞാൽ N × L × I. ഈ ടേമുകൾക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആർ എസ് എന്ന് പറയുന്ന സൈഡ് നമ്മൾ ഓർത്തു വയ്ക്കണം. ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സോളിനോയിഡ് കോയിൽ. അതുകൊണ്ട് ടോട്ടൽ കറണ്ട് എൻക്ലോസിംഗ് ദ ലൂപ്പ് വിൽ ബി 0. അതുകൊണ്ടാണ് ഇന്റഗ്രൽ ആർ എസ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ആർ എസ് ഓഫ് ബി ഡി എൽ ഇസ് ഈക്വൽ ടു 0 സിൻസ് നോ കറണ്ട് ഈസ് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. ലൂപ്പ് എന്ത് ചെയ്തില്ല? നോ കറണ്ട് ഈസ് എൻക്ലോസ്ഡ് ബൈ ലൂപ്പ്. ഈ ലൂപ്പ് ഒരു കറണ്ട് എൻക്ലോസ് ചെയ്യാത്തത് കൊണ്ടാണ് അവിടുത്തെ പി ഡി എൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ പി ഡി എൽ 0 ആയിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഇതും 0 ആയി. കാരണം എന്താണെന്നറിയോ? കോസ് 90 ആയതുകൊണ്ടാണ് 0. ഇവിടെയും കോസ് 90 ആണ്, അതുകൊണ്ടും 0. ചുരുക്കി പറഞ്ഞാൽ ഈ 3 സൈഡുകളും എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ
പി ക്യൂ എന്ന് പറയുന്നത് കോസീറോ 1 ആയിട്ടുള്ള പി ക്യൂ എന്ന് പറയുന്ന സൈഡ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ മാഗ്നറ്റിക് ഫീൽഡ് ക്യാരി ചെയ്യുന്നുള്ളൂ. നമുക്ക് മനസ്സിലാവും. പി ക്യൂ എന്ന് പറയുന്ന സൈഡിന് ബി ഡി എൽ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് എത്രയാണ്? എൽ ആയിരിക്കും. കാരണം എന്താ, ഈ പി ക്യൂവിന്റെ സൈഡ് അതേ ലെങ്ത് ഉള്ള ഒരു റെക്ടാങ്കുലർ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 0 ആയി, ഇത് 0 ആണ്, ബാക്കിയെല്ലാം 0 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ ലൂപ്പ് ഇന്റഗ്രൽ ഓഫ് പി ക്യൂ ബി ഡി എൽ ഈക്വൽ ടു എത്രയാണ്? ബാക്കിയുള്ളതെല്ലാം 0 ആയി പോയതുകൊണ്ട് മ്യൂ 0 ഇൻറ്റു എൻ എൽ ഐ. ഇവിടെ ബി ഇൻറ്റു ഡി എൽ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് എത്രയാണ്? എൽ ആണ്, ലെങ്ത് ഓഫ് ദ ലൂപ്പ്. അതായത് പി ക്യൂ എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് എത്ര തന്നെയാണ്? എൽ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇന്റഗ്രൽ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇറ്റ് ഇംപ്ലൈസ് ബി ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 എൻ എൽ ഐ. എൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 എൻ ഐ എന്ന് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുകൊണ്ട് മ്യൂ 0 എൻ ഇൻറ്റു എൽ ഇൻറ്റു ഐ ബി എൽ എന്ന് എഴുതാം, മ്യൂ 0 എൻ എൽ ഐ. എല്ലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂ 0